ബാക്ക് ടു രജനിയേറ്റ് കിച്ചൺ. എല്ലാവർക്കും സ്വാഗതം. തൃശ്ശൂർ സ്റ്റൈലിൽ എങ്ങനെ ചക്കക്കുരു കുത്തിക്കാച്ചിയത് ഉണ്ടാക്കാം എന്നതാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പം നല്ല ഗുണ്ടുമണികളായിട്ടുള്ള കുറേ ചക്കക്കുരു എൻ്റെ ഇരിപ്പുണ്ട്. നല്ല വൃത്തിയായി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേൽഭാഗത്തുള്ള വൈറ്റ് കളർ പാട ഞാൻ മാറ്റിയെടുത്തിട്ട് ഈ ബ്രൗണിൻ്റെ ഭാഗം, ആ ബ്രൗൺ കളർ തോട് ഞങ്ങൾ മാറ്റാറില്ല. കറിവേപ്പില, വറ്റൽമുളക്, വെളിച്ചെണ്ണ, ചെറിയ ഉള്ളി, പകരം നമുക്ക് വലിയ ഉള്ളി ഉപയോഗിക്കാം, കടുക്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്രയും നമുക്ക് സാധനങ്ങൾ വേണ്ടു. എല്ലാ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ചക്കക്കുരു കൊണ്ടുള്ള ഒരു വിഭവം നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ചക്കക്കുരു ഒന്ന് അമ്മിക്കല്ലിലിട്ട് കുത്തി നല്ല എല്ലാ കുരുവും നമുക്കിതുപോലെ ഒന്ന് കുത്തി ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കൈ കൊണ്ട് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസസ് ആക്കുന്നതിനേക്കാൾ എളുപ്പമാണ് നമുക്ക് ഈ അമ്മിക്കല്ലിലിട്ട് ഒന്ന് കുത്തിയെടുക്കുന്നത്. അപ്പോൾ എളുപ്പത്തിൽ വേഗം, അതുപോലെ മസാല പിടിക്കാനും നല്ലതാണ് ഇങ്ങനെ കുത്തിയെടുക്കുന്നത്. ഇതിനൊരു 3/4 ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് കുക്കറിലേക്ക്. ഇനി ഒന്ന് വേവിച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ചക്കക്കുരു ഇടുക. ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കുക. ഞാനിപ്പോൾ ഏകദേശം ഒരു 400 ഗ്രാമോളം എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, കാരണം കറക്റ്റ് അളവ് നമുക്ക് ക്വാണ്ടിറ്റി നമുക്ക് കടയിൽ നിന്നൊന്നും വാങ്ങുന്നതല്ലല്ലോ. അപ്പോൾ വീട്ടിലുള്ള നമുക്ക് ചക്ക കിട്ടിയതിൽ നിന്ന് ചക്കക്കുരു എടുത്തതാണ്. അപ്പോൾ കറക്റ്റ് അളവ് എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഒരു 400 ഗ്രാമോളം ഉണ്ട്. അപ്പോൾ അതിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് എല്ലാം ചേർത്ത് ഞാൻ വേവിക്കാൻ വെച്ചു. ഒരു വിസിൽ നന്നായിട്ട് എടുത്ത് പ്രഷർ നല്ലോണം ഔട്ട് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ നന്നായി വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളമില്ല, എന്നാൽ ചക്കക്കുരു നന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഉണങ്ങിയ ചക്കക്കുരുവിനേക്കാളും ഫ്രഷ് ആയിട്ടുള്ള ചക്കക്കുരു ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വേകും. അപ്പോൾ നിങ്ങളെടുക്കുന്ന ചക്കക്കുരുവിൻ്റെ അളവും അതുപോലെ ഏത് പ്രഷർ കുക്കറിൻ്റെ അളവിലാണ് നിങ്ങളത് വേകാനിടുന്നത്, അതൊക്കെ കൊണ്ട് വ്യത്യാസപ്പെടും നിങ്ങളുടെ ടൈം. ഓക്കെ, ഇനി ഞാൻ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ടു. സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ ഇതൊക്കെ പലരും ചെയ്യുന്നൊരു റെസിപ്പി തന്നെ ആയിരിക്കാം. എങ്കിലും ഓരോരുത്തരും പ്രസൻറ്റ് ചെയ്യുന്ന രീതിയും എന്തെങ്കിലും ഒരു ഡിഫറൻസ് നമുക്ക് ചിലതിൽ കാണാൻ പറ്റും അല്ലേ. അതുപോലെ ആയിരിക്കും ഞാനും വിചാരിച്ചിട്ടാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കറിവേപ്പില ഒരു ദണ്ടിട്ടു. ഇനി കുഞ്ഞുള്ളിയും അതുപോലെ വറ്റൽമുളകും ഞാൻ ചതച്ചെടുത്തു. അങ്ങനെയാണ് ഞാനിപ്പോൾ അതിലിട്ടിരിക്കുന്നത്. ഇനി നല്ലോണം ഉള്ളി നന്നായി മൊരിഞ്ഞ് വരണം. നിങ്ങളിൽ ചതച്ച മുളകുണ്ടെങ്കിൽ വറ്റൽമുളകിന് പകരമായിട്ട് നമുക്ക് ചതച്ച മുളക് തന്നെ ചേർക്കാം. മുളക് പൊടിയെക്കാട്ടിലും ഏറ്റവും നല്ലത് ഇങ്ങനെ ചതച്ച മുളക് ചേർക്കുകയാണ്. ഇനിയിപ്പോൾ നിങ്ങളിൽ ചതച്ച മുളകില്ല അല്ലെങ്കിൽ വറ്റൽമുളകില്ലെങ്കിൽ കുറച്ച് മുളക് പൊടിയൊക്കെ ചേർത്തോളൂ. ഇച്ചിരി കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ കളർ നല്ല എൻഹാൻസ് ചെയ്ത് കാണിക്കും. ഞാനിപ്പോൾ ഇത് വറക്കാൻ വേണ്ടി കുറച്ച് ഉള്ളി വേഗം മൊരിഞ്ഞ് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചക്കക്കുരു ചില ഭാഗങ്ങളൊക്കെ ഇച്ചിരി കട്ടിക്ക് തന്നെ നിൽപ്പുണ്ട്, അതായത് വെന്തിട്ടുണ്ട് എന്നാലും ഉടഞ്ഞിട്ടില്ല. നമ്മൾ കുത്തിയിട്ട് പോലും മുഴുവനായി ഉടയാത്ത ഭാഗങ്ങളുണ്ടാവും. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് ആ വെന്ത സമയത്ത് ചൂടോടുകൂടെ നമുക്ക് ഒന്നിങ്ങനെ ഉടച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഒന്ന് പൊടിഞ്ഞ് കിട്ടും. ഓവറായിട്ട് പൊടിയേണ്ട, നമുക്ക് മസാലയൊക്കെ അതിലേക്ക് കൂട്ടി ചെയ്ത് വരണമല്ലോ. അപ്പോൾ ഈ രീതിയിൽ അങ്ങനെ ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഉള്ളി നന്നായി മൊരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് നമ്മുടെ ചക്കക്കുരു ഉടച്ചത് ഇടുക. ഇനി കുറച്ച് നേരം നമുക്ക് ഇതിട്ട് ചൂടാക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ചൂടാക്കിയാൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ പോലും ഇത് ഇച്ചിരി മയമുള്ളതുപോലുള്ളൊരു ഐറ്റമാണല്ലോ. അപ്പോൾ ഈ ഒരു സീസണിലാണ് നമ്മൾക്ക് ചക്കക്കുരു കൊണ്ടുള്ള കുറേ വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നത്. ധാരാളം നമ്മൾക്ക് കിട്ടുന്ന ചക്കക്കുരു ഇപ്പോൾ കടയിലാണെങ്കിലും നമുക്ക് ധാരാളം കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. നമ്മൾ സ്ഥിരമായി ചെയ്യുന്നൊരു റെസിപ്പി തന്നെ ആയിരിക്കാം. ഓരോ സ്റ്റൈലും ഓരോരോ നമ്മുടെ ജില്ലകൾ മാറുന്തോറും തന്നെ വിവിധ തരത്തിലാണ് നമ്മൾ ഈ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇത്തവണ പാലക്കാടിൻ്റെ റെസിപ്പി വീട്ടിട്ട് വന്ന് തൃശ്ശൂർ സ്റ്റൈലിലേക്ക് മാറ്റി പിടിച്ചു എന്ന് മാത്രം. അപ്പോൾ ഈ രീതിയിൽ ട്രൈ ചെയ്യാത്തവർ തീർച്ചയായും ട്രൈ ചെയ്യൂ. അപ്പം ഞങ്ങളുടെ നാട്ടിലിത് ചക്കക്കുരു ഉപ്പേരി എന്നാണ് പറയുക. തൃശ്ശൂർ സ്റ്റൈലിൽ ഇത് കുത്തിക്കാച്ചിയത്. ഇത് കുത്തിക്കാച്ചിയെന്ന് പേര് വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചക്കക്കുരു കുത്തുന്നു, ഒപ്പം തന്നെ നമ്മുടെ ഉള്ളി, വെളുത്തുള്ളി വേണമെങ്കിൽ ചേർക്കാം ഗ്യാസ് പ്രോബ്ലംസ് ഉള്ളവർക്ക്. ഞാനിതിൽ ഉള്ളിയും വറ്റൽമുളക് മാത്രമേ ചേർത്തുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. അതിനെ പിന്നെ കുത്തിയാണ് നമ്മൾ ചതച്ചെടുക്കുന്നത് അല്ലേ. അപ്പോൾ ആ രീതിയാണ് ഇതിന് അങ്ങനെ ഒരു പേര് വരാൻ കാരണം. ഈ ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് 2 ടീസ്പൂൺ നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക, മൂടി വയ്ക്കുക. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ ഫ്രം രജനി. താങ്ക് യു ഫോർ വാച്ചിങ്.